തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 5 പേർക്ക് ഗുരുതര പരിക്ക്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 5 പേർക്ക് ഗുരുതര പരിക്ക്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു. അതേ 3 പേർ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിരുന്നു. അവരുടെ പേര് കിട്ടിയിട്ടുണ്ട്. കുമാർ, സുര, ഷാഫി എന്നിങ്ങനെ 3 പേർക്കാണ്, 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് കൂടാതെ വഴിയാത്രകരായിരുന്ന ഒരു പെൺകുട്ടിക്കും ഒരു പുരുഷനും കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ നിലയും അതീവ ഗുരുതരമാണ്. ഈ ഗുരുതരമായി പരിക്കേറ്റവരെയും സാരമായി പരിക്കേറ്റ 2 പേരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. 5 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കുപറ്റവരുടെ തലയ്ക്കും കാലിനും ഒക്കെ തന്നെ വലിയ തരത്തിലെ പരിക്കുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറുടെ 2 കാലുകളും ഒടിഞ്ഞ നിലയിലാണ്. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പേട്ട ഭാഗത്ത് നിന്നും തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്ന കാറ് അതിവേഗത്തിലായിരുന്നു. ഇടത് ഭാഗത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഏകദേശം റോഡിൽ നിന്ന് 1.5 അടിയോളം പൊക്കം വരുന്ന ഒരു കരിക്കൽ കെട്ടുണ്ട്. ആ കരിക്കൽ കെട്ട് തകർത്താണ് കാറ് ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചു കയറിയത്. ഓട്ടോറിക്ഷയുടെ സമീപത്തായി നിന്നിരുന്ന 3 പേർ, അതായത് ഓട്ടോറിക്ഷയുടെ സമീപത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന 3 പേർക്ക് പരിക്ക് പറ്റി. ഒപ്പം നടന്നു വന്ന 2 പേർക്കുമാണ് പരിക്ക് പറ്റിയത്. ഈ ഓട്ടോറിക്ഷയുടെ സമീപത്ത് നിന്ന 2 പേർക്കും അതുകൂടാതെ ഒരു പെൺകുട്ടിയുടെ പരിക്കുമാണ് അതീവ ഗുരുതരം. ഈ 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പരിക്ക് പറ്റിയ ആളുകളെയും അവിടെ ഉള്ളവർ തന്നെ തിരിച്ചറിഞ്ഞു. സുരൻ, ഷാഫി, കുമാർ എന്നിങ്ങനെ 3 പേർക്കാണ് പരിക്കേറ്റുള്ളത്. ഈ 3 പേരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. വാഹനം ഓടിച്ചിരുന്ന ഒരു പയ്യനാണ്. ഡ്രൈവിംഗ് പരിശീലനം നേടിയതിനു ശേഷം ആ വാഹനം സിറ്റിയിലൂടെ ഓടിക്കുകയായിരുന്നു. അതിവേഗതയിലായിരുന്നു വാഹനം വന്നത്. ഈ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കൊണ്ടുപോയ 3 പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെ പറയാൻ കഴിയും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഈ 5 പേരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രികളിലേക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും പോലീസും ചേർന്ന് കൊണ്ടുപോയിരുന്നു. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നത്. വലിയ ഒരു ദുരന്തം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ആ ഭാഗത്തേക്ക് ഒരു കാരണവശാലും കാർ ഇടിച്ചു കയറാൻ ഒരു സാധ്യതയുമില്ല. അത്രയധികം ഉയരം ആ കരിങ്കൽ ഭിത്തിയും റോഡുമായിട്ടുണ്ട്. ആ കരിങ്കൽ ഭിത്തി ഇടിച്ച് കയറിയതിനു ശേഷം ആ സൈഡ് ഭാഗത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയാണ് ഇടിച്ചു വീഴ്ത്തത്. അതിനുശേഷം റോഡ് സൈഡിലെ ഇരുമ്പ് കൈവരിയിൽ കുരുങ്ങി കാറ് നിൽക്കുകയായിരുന്നു. ഈ മറ്റ് 2 പേരും വഴിയാത്രക്കാരാണ്. ആ പെൺകുട്ടിക്ക് ഏകദേശം 20 വയസ്സ് പ്രായം വരും. ഈ 2 പേരെയും ഇതുവരെയായും തിരിച്ചറിഞ്ഞിട്ടില്ല. ശരി ബിനോയ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമാണ് നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറിയ. അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്.